വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോമൺ ഡിസീസ് ഓഫ് ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിഗ്മെൻറ്റ് അക്യുമുലേറ്റ് ഇൻ ന്യൂക്ലിയർ കാറ്ററാക്ട്. ഓപ്ഷൻസ്: എ വിഷ്വൽ പിഗ്മെൻറ്റ്, ബി മെലാനിൻ, സി അഡിനോക്രോം, ഡി യൂറോക്രോം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി യൂറോക്രോം ആണ് ന്യൂക്ലിയർ കാറ്ററാക്റ്റിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന പിഗ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐറിസ് ഷാഡോ ഈസ് സീൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോർട്ടിക്കൽ കാറ്ററാക്ട്. ഓപ്ഷൻസ്: എ ഇൻസിപ്പിയൻ സ്റ്റേജ്, ബി ഹൈപ്പർമെച്യൂർ സ്റ്റേജ്, സി മെച്യൂർ സ്റ്റേജ്, ഡി ഇമ്മെച്യൂർ സ്റ്റേജ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇമ്മെച്യൂർ സ്റ്റേജ് ആണ്. സെനൽ കാറ്ററാക്റ്റിൽ ഐറിസ് ഷാഡോ കാണുന്ന ഒരേ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മെച്യൂർ സ്റ്റേജ് ആണ്. നെക്സ്റ്റ്, സൺസെറ്റ് സിൻഡ്രം ഈസ് ഡ്യൂ ടു. ഓപ്ഷൻസ്: എ നൈറ്റ് ബ്ലൈൻഡ്നസ്, ബി ഇമ്മെച്യൂർ കാറ്ററാക്ട്, സി സബ്ലക്സേറ്റഡ് കാറ്ററാക്റ്റിയസ് ലെൻസ്, ഡി സബ്ലക്സേറ്റഡ് IOL. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി സബ്ലക്സേറ്റഡ് ലെൻസ് ആണ്. സബ്ലക്സേറ്റഡ് IOL ആണ്. ഇൻഫീരിയർലി സബ്ലക്സേറ്റ് ചെയ്യുമ്പോഴാണ് സൺസെറ്റ് സിൻഡ്രം ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറ്ററാക്ട് അസോസിയേറ്റഡ് വിത്ത് ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സ്. ഓപ്ഷൻസ്: എ ആൻറ്റീരിയർ പോളാർ, ബി പോസ്റ്റീരിയർ പോളാർ, സി ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ, ഡി പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ ആണ്. ലോങ് ടേം യൂസ് ഓഫ് മയോട്ടിക്സ്, അതുപോലെ ലോങ് ആക്ടിൻ കോളിൻസ്റ്ററൈസ് ഇൻഹിബിറ്റേഴ്സ് സച്ചാസ് എക്കോതയോഫേറ്റ്, ഡിമികാരിയം ബ്രോമൈഡ്, ഡൈ ഐസോപ്രോപ്പൈൽ ഫ്ലൂറോ ഫോസ്ഫേറ്റ് ഇവയൊക്കെ ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റ് ഇൻഡ്യൂസ് ചെയ്യും. ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഡ്രഗാണ് ക്ലോർപ്രോമസീൻ. ഇതൊരു ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗാണ്. ഇതുവഴിയും ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റ് ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആർ കോസസ് ഓഫ് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റ് എക്സെപ്റ്റ്. ഓപ്ഷൻസ്: എ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റ്, ബി സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് കാറ്ററാക്റ്റ്, സി ക്ലോർപ്രോമസീൻ കാറ്ററാക്റ്റ്, ഡി ട്രോമാറ്റിക് കാറ്ററാക്റ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ക്ലോർപ്രോമസീൻ കാറ്ററാക്റ്റ് മാത്രമാണ് ഇതിൽ ആൻറ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി ട്രോമാറ്റിക്, കോംപ്ലിക്കേറ്റഡ്, സ്റ്റീറോയിഡ് ഇൻഡ്യൂസ്ഡ് ഇവയെല്ലാം പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റിലാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ ഒക്കർ ഡ്യൂ ടു. ഓപ്ഷൻസ്: എ സ്വോളൻ കാറ്ററാക്റ്റിയസ് ലെൻസ്, ബി ലീക്കേജ് ഓഫ് ലെൻസ് പ്രോട്ടീൻ, സി സബ്ലക്സേറ്റഡ് ഓർ ഡിസ്ലോക്കേറ്റഡ് ഹൈപ്പർമെച്യൂർ ലെൻസ്, ഡി റപ്ചർ ഓഫ് പോസ്റ്റീരിയർ ക്യാപ്സുൾ ഇൻ ECCE. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സബ്ലക്സേറ്റഡ് ഓർ ഡിസ്ലൊക്കേറ്റഡ് ഹൈപ്പർമെച്യൂർ ലെൻസ് കാരണമാണ് ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ ഉണ്ടാകുന്നത്. സ്വോളൻ കാറ്ററാക്റ്റിയസ് ലെൻസ് കാരണം ഉണ്ടാകുന്നതാണ് ഫാക്കോമോർഫിക് ഗ്ലോക്കോമ. ആൻഡ് ലീക്കേജ് ഓഫ് ലെൻസ് പ്രോട്ടീൻസ് കാരണം ഉണ്ടാകുന്നതാണ് ഫാക്കോലിറ്റിക് ഗ്ലോക്കോമ. അത് മൂന്നും മാറിപ്പോകരുത്. ഫാക്കോടോപ്പിക് ഗ്ലോക്കോമ സബ്ലക്സേറ്റഡ് ഓർ ഡിസ്ലൊക്കേറ്റഡ് ഹൈപ്പർമെച്യൂർ ലെൻസ് കാരണം, ഫാക്കോലിറ്റിക് ലീക്കേജ് ഓഫ് ലെൻസ് പ്രോട്ടീൻസ് കാരണം, ഫാക്കോമോർഫിക് സ്വോളൻ കാറ്ററാക്റ്റിയസ് ലെൻസ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് ഈസ് മോർ കോമൺ ആഫ്റ്റർ. ഓപ്ഷൻസ്: എ ICCE, ബി ECCE, സി SICS, ഡി MICS. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ICCE ആണ്. ഇൻട്രാ ക്യാപ്സുലാർ കാറ്ററാക്റ്റ് എക്സ്ട്രാക്ഷൻ വഴിയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റിനുള്ള ചാൻസ് കൂടുതൽ. ഇതുകൂടാണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസവും ICCയിലാണ് ഏറ്റവും കൂടുതൽ കാണുക. ICCയിൽ ഒട്ടും കാണാത്ത കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആഫ്റ്റർ കാറ്ററാക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റീരിയർ ക്യാപ്സുലർ ഒപ്പാസിഫിക്കേഷൻ PCO അല്ലെങ്കിൽ ആഫ്റ്റർ കാറ്ററാക്റ്റ് ആണ്. ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും ആഫ്റ്റർ കാറ്ററാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ICCയിൽ അതിനുള്ള ചാൻസ് ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം ഈസ് മോർ കോമൺലി. ഓപ്ഷൻസ്: എ വിത്ത് ദ റൂൾ, ബി എഗെയിൻസ്റ്റ് ദ റൂൾ, സി ഒബ്ലിക്, ഡി ബയോബ്ലിക്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി എഗെയിൻസ്റ്റ് ദ റൂൾ ആണ്. എഗെയിൻസ്റ്റ് ദ റൂൾ എന്ന് പറയുമ്പോൾ മൈനസ് പവർ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആക്സിസിലും പ്ലസ് പവർ എന്ന് പറയുന്നത് 180 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ക്യാൻ കോസ് യൂണിയോക്കുലർ ഡിപ്ലോപ്പിയ. ഓപ്ഷൻസ്: എ സബ്ലക്സേഷൻ ഓഫ് IOL, ബി ഇൻസിപ്പിയൻ കാറ്ററാക്റ്റ്, സി കെരാറ്റോകോണസ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. IOL സബ്ലക്സേഷനിലും ഇൻസിപ്പിയൻ കാറ്ററാക്റ്റ് സ്റ്റേജിലും കെരാറ്റോകോണസിലും ഒക്കെ നമുക്ക് യൂണിയോക്കുലർ ഡിപ്ലോപ്പിയെ കാണാൻ പറ്റും. Next question. All are features of nuclear sclerosis except
ഓപ്ഷൻസ് എ പെയിൻലെസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ, ബി ഗ്രേ ലെൻസ്, സി പ്രസൻസ് ഓഫ് ഐറിസ് ഷാഡോ, ഡി വിഷൻ യൂഷ്വലി ഇംപ്രൂവ്സ് ഓൺ പിൻ ഹോൾ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പ്രസൻസ് ഓഫ് ഐറിസ് ഷാഡോ ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഐറിസ് ഷാഡോ എന്ന് പറയുന്നത് ഇമ്മച്വർ കാറ്ററാക്ട് സ്റ്റേജിൽ മാത്രം കാണുന്ന ഒരു സൈനാണ്. ബാക്കി ഇവിടെ പറഞ്ഞവയെല്ലാം ന്യൂക്ലിയർ സ്ക്ലെറോസിസിൻ്റെ ഫീച്ചേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്ട് ദ ഫോളോവിങ് പാർട്ട് ഓഫ് ലെൻസസ് ഇൻവോൾവ്. ഓപ്ഷൻസ് എ ആൻറ്റീരിയർ ക്യാപ്സ്യൂൾ, ബി ന്യൂക്ലിയസ്, സി പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ, ഡി ഓൾ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി പോസ്റ്റീരിയർ ക്യാപ്സ്യൂൾ ആണ്. പോസ്റ്റീരിയർ സബ് ക്യാപ്സുലർ കാറ്ററാക്റ്റ് ആണ് കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിൽ കാണുന്നതെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പോസ്റ്റീരിയർ ക്യാപ്സ്യൂളിൽ കാണുന്ന ഈ കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിൻ്റെ മറ്റ് ഫീച്ചേഴ്സാണ് ബ്രെഡ് ക്രംബ് ഒപ്പാസിറ്റീസ്, പോളിക്രോമാറ്റിക് ലസ്റ്റർ, ചോക്കി വൈറ്റ് ഒപ്പാസിറ്റി ഓഫ് ലെൻസ്. ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് കാറ്ററാക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓയിൽ ഡ്രോപ്പ് കാറ്ററാക്റ്റ് ഈസ് സീൻ ഇൻ. ഓപ്ഷൻസ് എ ഹണ്ടർ സിൻഡ്രോം, ബി ഗാലക്ടോസീമിയ, സി സ്റ്റിറോയിഡ് തെറാപ്പി, ഡി റുബെല്ല. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഗാലക്ടോസീമിയ ആണ്. അതിലാണ് നമുക്ക് ഓയിൽ ഡ്രോപ്പ് കാറ്ററാക്റ്റ് കാണാൻ പറ്റുക. ഓൺലി റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് കാറ്ററാക്റ്റ് എന്ന് പറയുന്നത് ഗാലക്ടോസീമിക് ആണെന്ന് നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ്, ഫാക്കോലിറ്റിക് ഗ്ലോക്കോമ ഈസ് ബെസ്റ്റ് ട്രീറ്റഡ് ബൈ. ഓപ്ഷൻസ് എ പെരിഫറൽ ഐറിഡക്ടമി, ബി കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ, സി ട്രബുക്കുലക്ടമി, ഡി മയോട്ടിക്സ് ആൻഡ് ബീറ്റ ബ്ലോക്കേഴ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഫാക്കോലിറ്റിക് ഗ്ലോക്കോമ എന്ന് വെച്ചാൽ എന്താണ്? ലെൻസ് പ്രോട്ടീൻസിൻ്റെ ലീക്കേജ് ഒക്കെ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനെ ബെസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം കാറ്ററാക്ട് എക്സ്ട്രാക്ഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇൻ ഫാക്കോ എമൾസിഫിക്കേഷൻ ഇൻസിഷൻ ഈസ് യൂഷ്വലി. ഓപ്ഷൻസ് എ ലെസ് ദാൻ 3 mm, ബി ഗ്രേറ്റർ ദാൻ 3 mm, സി 6 mm, ഡി 10 mm. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ലെസ് ദാൻ 3 mm ആണ് ഫാക്കോ എമൾസിഫിക്കേഷനിൽ നമ്മൾ യൂഷ്വലി ഇടുന്ന ഇൻസിഷൻ്റെ സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയിൻ കോസ് ഓഫ് പെയിൻലെസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ ഇൻ അഡൾട്ട്സ്. ഓപ്ഷൻസ് എ കാറ്ററാക്ട്, ബി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, സി ARMD, ഡി പ്രോഗ്രസീവ് മയോപ്പിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കാറ്ററാക്റ്റ് ആണ്. മെയിൻ കോസ് ഓഫ് പെയിൻലെസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് വിഷൻ ഇൻ അഡൾട്ട്സ് ഈസ് കാറ്ററാക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, persistent hyperplastic vitreous may be associated with. Options A long ciliary process, B microphthalmos, C cataract, D all of the above. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ്. ഇവയെല്ലാം നമുക്ക് PHPV അതായത് പെർസിസ്റ്റൻറ്റ് ഹൈപ്പർപ്ലാസ്റ്റിക് വിട്രിയസ് എന്ന് പറയുന്ന കണ്ടീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഈ PHPV അഥവാ പെർസിസ്റ്റൻറ്റ് ഹൈപ്പർപ്ലാസ്റ്റിക് പ്രൈമറി വിട്രിയസ് എന്ന് പറയുന്നത് യൂഷ്വലി യൂണിലാറ്ററൽ ആയിട്ടാണ് കാണുക. ചില കേസസുകളിൽ റയറായിട്ട് ബയലാറ്ററലായിട്ടും വരും. അത് മെയിൻലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ട്രൈസോമി 13 പാറ്റോ സിൻഡ്രം എന്നറിയപ്പെടുന്ന ട്രൈസോമി 13 എന്ന് പറയുന്ന ജനറ്റിക് ഡിസോർഡറായിട്ടാണ്. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ടിപ്പിക്കലി പ്രസൻസ് ആസ് വൈറ്റ് റിഫ്ലക്സ് കൺജനൈറ്റൽ ലൂക്കോകോറിയ ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ഓപ്ഷൻസിൽ പറഞ്ഞ ലോങ് സിലിയറി പ്രോസസ്, മൈക്രോഫ്താൽമോസ്, കാറ്ററാക്ട്, അവ കൂടാണ്ട് ഗ്ലോക്കോമ, വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് ഇവ കൂടെ PHPV ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കാണാറുണ്ട്. ഇത് വിട്രിയസ് നമുക്ക് ടോപ്പിക്സിലില്ല സിലബസിൽ, പക്ഷേ മേ ബി ചോദിക്കാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ PHPV അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് കോസ് ഓഫ് വിട്രിയസ് ഹെമറേജ് ഈസ്. ഓപ്ഷൻസ് എ ഡയബറ്റിസ്, ബി ഹൈപ്പർ ടെൻഷൻ, സി ട്രോമ, ഡി ലെൻസ് എക്സ്ട്രാക്ഷൻ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ട്രോമയാണ്. ട്രോമയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും വിട്രിയസ് ഹെമറേജ് കാണുന്നത്. നെക്സ്റ്റ്, വിട്രിയസ് ഹെമറേജ് ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ കോട്സ് ഡിസീസ്, ബി ഈൽസ് ഡിസീസ്, സി CRVO, ഡി CRAO. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി CRAO ആണ്. അതായത് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷനിൽ നമുക്ക് വിട്രിയസ് ഹെമറേജ് അങ്ങനെ കോമൺ ആയിട്ട് കാണാറില്ല. ബാക്കി കേസുകളിലൊക്കെ കാണുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ഏജ് റിലേറ്റഡ് ചേഞ്ച് സീൻ ഇൻ ദി വിട്രിയസ്. ഓപ്ഷൻസ് എ ആൻറ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ്, ബി പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ്, സി വിട്രിയസ് ഹെമറേജ്, ഡി വിട്രൈറ്റിസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പോസ്റ്റീരിയർ വിട്രിയസ് ഡിറ്റാച്ച്മെൻ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വിട്രിയസിലെ ഏജ് റിലേറ്റഡ് ചേഞ്ച് ആയിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ എക്സെപ്റ്റ്. ഓപ്ഷൻസ് എ മാർക്ക്ഡ് നാരോവിംഗ് ഓഫ് റെറ്റിനൽ ആർട്ടറിയോൾസ്, ബി ചെറി റെഡ് സ്പോട്ട്സ് അറ്റ് മാക്യൂല, സി റെറ്റിനൽ എഡിമ, ഡി മൾട്ടിപ്പിൾ സൂപ്പർഫിഷ്യൽ ഹെമറേജസ്.
ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം CRAOൻ്റെ ഫീച്ചേഴ്സാണ്. ഈ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെവിടെയാണ് ഒബ്സ്ട്രക്ഷൻ വരുന്നത്? അത് ലെവൽ ഓഫ് ലാമിന ക്രിബ്രോസ. ലാമിന ക്രിബ്രോസയുടെ ആ പാർട്ടിലാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുക. ആൻഡ് CRAOയുടെ ഒരു മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് എംബോളയാണ്. എംബോളൈ കൂടാണ്ട് ജാൻറ്റ് സെൽ ആർട്ടറൈറ്റിസ്, അതുപോലെ SLE, വെഗ്നസ് ഗ്രാനുലോമറ്റോസിസ്, സ്ക്ലീറോഡെർമ ആൻഡ് ഒക്കേഷണലി റൈസ്ഡ് IOP ഇവയെല്ലാം CRAOക്ക് ഒരു കാരണമാണ്. ഇതിൽ ആർട്ടീരിയോൾസ് നല്ല നാരോ ആകുന്നതുകൊണ്ട് തന്നെ റെറ്റിനൽ വെസൽസിനുള്ളിലുള്ള ബ്ലഡ് കോളംസൊക്കെ നമുക്ക് സെഗ്മെൻറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അത് കാരണം നമുക്കൊരു കാറ്റിൽ ട്രാക്ക് അപ്പിയറൻസ് കൂടെ കിട്ടും. ആ ഒരു കാറ്റിൽ ട്രാക്ക് അപ്പിയറൻസ് എന്ന് പറയുന്നതും നമ്മളുടെ CRAOയുടെ ഒരു മെയിൻ ഫീച്ചറാണ്. സെൻട്രൽ റെറ്റിനൽ ആർട്ടറി ഒക്ലൂഷനിൽ സഡൻ പെയിൻലെസ് ലോസ് ഓഫ് വിഷൻ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരു ഒക്കുലർ എമർജൻസി ആണ്. നമ്മളിതിൻ്റെ ഒരു വിൻഡോ പീരീഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 3 hours ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇൻക്ലൂഡ് ഓപ്ഷൻസ്: എ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റ്, ബി ഹെറിഡിറ്റി, സി പ്രഗ്നൻസി, ഡി ഓൾ ഓഫ് ദ എബോ. ഇതെല്ലാം ഓൾ ഓഫ് ദ എബോ ആണ് ആൻസർ. ഇവയെല്ലാം ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ് എക്സുഡേറ്റ്സ് ആർ സീൻ ഇൻ ദി ഫോളോവിങ് എക്സെപ്റ്റ് ഓപ്ഷൻസ്: എ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, ബി ഡയബറ്റിക് റെറ്റിനോപ്പതി, സി ലുക്കീമിക് റെറ്റിനോപ്പതി, ഡി എക്സുഡേറ്റീവ് റെറ്റിനോപ്പതി ഓഫ് കോഡ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസിലും ഹാർഡ് എക്സുഡേറ്റ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ ഫോർ റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എക്സെപ്റ്റ് ഓപ്ഷൻസ്: എ occurs in premature infants due to late graying, B due to hypoxia there occurs neovascularization followed by fibroproliferation, C end result is bilateral blindness, D blindness can be prevented by early diagnosis and ablation of vascular premature retina with cryotherapy or photocoagulation. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ബാക്കി എല്ലാ കണ്ടീഷൻസും ROP ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നവയാണ്. ഈ റെറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റിനെ തന്നെ നമ്മൾ റിട്രോലെൻഡൽ ഫൈബ്രോപ്ലേഷ്യ എന്നും കൂടെ പറയുന്നുണ്ട്. ഇത് ഒരു ബയലാറ്ററൽ കണ്ടീഷനാണ് ഒക്കറിങ് ഇൻ premature infants with low birth weight who often have been exposed to high concentration of oxygen. ബർത്ത് വെയ്റ്റ് ഒരു 1500 ഗ്രാമിൽ തന്നെ കുറയുമ്പോൾ തന്നെ നമുക്ക് ROP ആയിട്ട് സസ്പെക്റ്റ് ചെയ്യാം. എന്നാൽ ROP ബേബീസിൽ യൂഷ്വലി 1250 ഗ്രാമിനും താഴെയായിരിക്കും ബർത്ത് വെയ്റ്റ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോവിങ് ആർ ദ ഒക്കുലർ അസോസിയേഷൻസ് ഓഫ് റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എക്സെപ്റ്റ് ഓപ്ഷൻസ്: എ മയോപ്പിയ, ബി പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, സി മൈക്രോഫ്താൽമോസ്, ഡി കോണിക്കൽ കോർണിയ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ മയോപ്പിയ, മൈക്രോഫ്താൽമോസ്, കോണിക്കൽ കോർണിയ ഇവയെല്ലാം റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കാണുന്നവയാണ്. പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഇൻകറക്റ്റ് ഓപ്ഷനാണ്. ഈ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്നത് ഒരു പിഗ്മെൻ്ററി റെറ്റിനൽ ഡിസ്ട്രോഫി ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റെറ്റിനൽ ഡിസ്ട്രോഫി പ്രിഡോമിനൻ്റ്ലി അഫക്റ്റിംഗ് ദി റോഡ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ് ഓഫ് ദ റെറ്റിന വിത്ത് സബ്സീക്വൻറ്റ് ഡീജനറേഷൻ ഓഫ് ദ കോൺസ്. റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസയുടെ ഒരു മെയിൻ ഫീച്ചറാണ്, ക്ലിനിക്കൽ ഫീച്ചറാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അസോസിയേഷനായിട്ട് നമ്മൾ പറഞ്ഞു മയോപ്പിയ, മൈക്രോഫ്താൽമോസ്, കോണിക്കൽ കോർണിയൊക്കെ. ഇത് കൂടാണ്ട് ഉള്ളവയാണ് സബ് ക്യാപ്സുലാർ കാറ്ററാക്റ്റും പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും. ആംഗിൾ ക്ലോഷർ അല്ല, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ് ആൻസർ വരുന്നത്. 30% കേസുകളിലും അത് കാണാൻ പറ്റും. കോണിക്കൽ കോർണിയ അല്ലെങ്കിൽ കെരാറ്റോകോണസ് എന്ന് പറയുന്നത് റയർ ആയിട്ടാണ് കാണാൻ പറ്റുക. മയോപ്പിയ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി ഇതുമായിട്ട് കാണുന്ന ഒരു അസോസിയേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സെൻട്രൽ സെറസ് റെറ്റിനോപ്പതി ഇൻ ദി മാക്കുലർ റീജിയൻ ദർ ഒക്കേഴ്സ് ഓപ്ഷൻസ്: എ സ്പോണ്ടേനിയസ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ന്യൂറോസെൻസറി റെറ്റിന, ബി മാക്കുലർ എഡിമ, സി ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് പിഗ്മെൻറ്റ് എപ്പിത്തീലിയം, ഡി ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് കൊറോയിഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്പോണ്ടേനിയസ് ഡിറ്റാച്ച്മെൻറ്റ് ഓഫ് ന്യൂറോസെൻസറി റെറ്റിനയാണ് നമുക്ക് സെൻട്രൽ സെറസ് റെറ്റിനോപ്പതിയിൽ മാക്കുലർ റീജിയനിൽ കാണാൻ പറ്റുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്കിനി ഒരു 2 ക്ലാസ്സുകളിലൂടെ ആയിരിക്കും ഉണ്ടാവുക മിക്കവാറും ഈ ഡിസീസ് ഓഫ് ഐ എന്ന പാർട്ടിൽ നിന്നും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലോക്കോമ സ്റ്റാർട്ട് ചെയ്യാം. ഗ്ലോക്കോമ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ അതും കൂടെ കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കൂടെ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സിലബസ് എല്ലാം കവർ ചെയ്ത് കഴിയും. അപ്പോൾ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ മാക്സിമം പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ക്ലാസ്സുകളെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക.
താങ്ക് യു.